നമ്മുടെ മൾട്ടിപ്പിൾ സ്കിൻ പ്രോബ്ലത്തിന് ഒറ്റ സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബ്ബറും കുറച്ച് പാക്സുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രബിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ വൺസ് ഒക്കെ ചെയ്താൽ മതി. അതിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ അലോവേര ലീഫ് ഇതേപോലെ എടുക്കുകയാണ്. മേൽഭാഗമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു നീഫ് വെച്ചിട്ട് ഒന്ന് കട്ടൗട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈസ് ഫ്ലോർ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഫ്ലോർ നല്ലോണം സ്പ്രെഡ് ഓവർ ചെയ്യുക. ദെൻ നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്തെത്തിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഒക്കെ നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ലീവിറ്റ് ചെയ്യണം. 15 മിനിറ്റാണ് ടോട്ടൽ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ജെൻറ്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ നിന്ന് ഫുൾ ഓവറായിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീക്ക്ലി 2 ടൈംസ് ഒക്കെ നമ്മൾ ചെയ്താൽ മതി. ഫസ്റ്റ് യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. വാഷ് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്തനിങ് ആയിട്ടുള്ള ഏജൻസ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റൈസ് ഫ്ലോർ ആണ്. അപ്പോൾ ആദ്യമേ റൈസ് ഫ്ലോർ ഒരു ബൗളിൽ എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി 2 ടൈംസ് ചെയ്താൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം 15 മിനിറ്റ് ആണ്. മാക്സിമം വേണമെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് ഒക്കെ എടുക്കാം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ദെൻ വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് 100% റിസൾട്ട് ഷുവറായിട്ട് കിട്ടും. ആഴ്ചയിൽ 2 ടൈംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. ടോക്സിക് ആൻഡ് കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സൈഡ് എഫക്റ്റോ ഹാംനെസ്സോ ഒന്നും ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട. ആക്നീസ് ആൻഡ് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നതിൽ നിന്ന് നമ്മളെ നല്ലോണം പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. അടുത്തതും ഒരു പാക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടർമറിക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, മഞ്ഞൾപ്പൊടി. വേണമെങ്കിൽ റൈസ് ഫ്ലോർ എടുക്കാം. എന്നിട്ട് അലോവേര ജെൽ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ റൈസ് ഫ്ലോറിൻ്റെ മിക്സ്, അതിലേക്ക് നമ്മൾ പച്ചരിയാണ് അരച്ച് കൊടുക്കുന്നത്, കോക്കനട്ട് ആൻഡ് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു പാക്ക് മാസത്തിൽ ഒരു ടൈം മാത്രം ഇട്ടാൽ മതി. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ 5 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യുക. ഓയിലി ടു നോർമൽ ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയണം. വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ഉടനെ മസ്റ്റായിട്ട് മോയ്സ്ചറൈസേഴ്സ് നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്യണം നമ്മുടെ ഫേസിൽ. അപ്പോൾ മറക്കണ്ട, മാസത്തിൽ ഒരു ടൈം മാത്രമേ ഉള്ളൂ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യാവുള്ളൂ. കൂടെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ബിക്കോസ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ബ്രൈറ്റൻ ചെയ്താലും നമ്മുടെ സ്കിന്നിന് അത് അത്ര നല്ലതല്ല. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. വളരെ അഫോർഡബിൾ ആൻഡ് കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പാക്സ് ആൻഡ് സ്ക്രബ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്